മഴയ്ക്ക് പകരം വിവാദങ്ങൾ പെയ്തിറങ്ങി ഡൽഹി ക്ലൗഡ് സീഡിംഗ്. ചൊവ്വാഴ്ച നടത്തിയ ക്ലൗഡ് സീഡിംഗിൽ മഴ പെയ്യാതിരുന്നതോടെ ഇന്നലെ നിശ്ചയിച്ച 2 പരീക്ഷണങ്ങളും മാറ്റിവെച്ചു. മേഘങ്ങളിൽ ആവശ്യത്തിന് ഈർപ്പമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് IIT കാൻപൂർ പ്രസ്താവനയിൽ അറിയിച്ചു. സെൻട്രൽ ഡൽഹിയുടെ ആകാശത്ത് 2 ക്ലൗഡ് സീഡിംഗ് ദൗത്യങ്ങളായിരുന്നു ഇന്നലെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനായി 3.21 കോടി രൂപ മുടക്കിയായിരുന്നു സർക്കാർ ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. ഈ മാസം 22-നും കഴിഞ്ഞ ചൊവ്വാഴ്ചയുമായി 3 തവണ ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരീക്ഷണം പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. വായു മലിനീകരണം തടയുവാൻ പരാജയപ്പെട്ട BJP സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് ക്ലൗഡ് സീഡിംഗ് നാടകം നടത്തുന്നതെന്നും വലിയ തുകയുടെ അഴിമതിയാണ് നടത്തുന്നതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. കാലാവസ്ഥ, അന്തരീക്ഷത്തിലെ രാസഘടകങ്ങൾ എന്നിവ കാരണം ഡൽഹി ക്ലൗഡ് സീഡിംഗിന് അനുയോജ്യമല്ലെന്ന് 3 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളതാണെന്നും എന്നിട്ടും കോടികൾ ചെലവഴിച്ച് പരീക്ഷണം നടത്തുന്നത് ജനങ്ങളെ പറ്റിക്കാനാണെന്നും AAP നേതാവ് സൗരഭ് ആരോപിച്ചു. എന്നാൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെന്ന് BJP അവകാശപ്പെട്ടു. BJP നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിജയത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ AAP അസൂയപ്പെടുകയാണെന്നും അവർക്ക് ചെയ്യാനാവാതിരുന്നത് നിലവിലെ സർക്കാർ ചെയ്യുമ്പോൾ ആരോപണങ്ങളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്നും പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ഡൽഹി സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പിൽ നിന്നും അന്തിമാനുമതി ലഭിച്ചതോടെയാണ് കൃത്രിമ മഴ പെയ്യ്ക്കുവാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയത്. മുമ്പ് AAP സർക്കാരിന്റെ കാലത്തും ഇതിനായി അനുമതി തേടിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക ആഘാതവും മറ്റു കാരണങ്ങളാലും കൃത്രിമ മഴ പെയ്യ്ക്കുവാനുള്ള അനുമതി കേന്ദ്രം നിഷേധിക്കുകയായിരുന്നു.